അവര് കണക്കാക്കിയില്ല, മുശ്രിക്കീങ്ങൾ കണക്കാക്കിയില്ല. അള്ളാനെ ഹഖ്ഖ ഖദ്രിഹി, അവനെ കണക്കാക്കേണ്ട പ്രകാരം അള്ളാഹിനെ കുറിച്ച് എന്താണോ നമ്മൾ കരുതേണ്ടത്, എന്താണോ ധരിക്കേണ്ടത്, എന്ത് വിഭാവനയാണോ മനസ്സിലുണ്ടാകേണ്ടത്, ആ ഒരു വിഭാവന ശരിയായ ന്യായമായ ഹഖായ വിഭാവന അവർ മനസ്സിൽ വെച്ചില്ല. എന്നാൽ അള്ളാഹു ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? വൽ അർളു ജമീഅൻ, ഭൂമി മുഴുക്കെ, ഭൂമിയിലുള്ള കരയും കടലും, ഭൂമിയിലുള്ള സമുദ്രങ്ങളും, അതുപോലെ തന്നെ ഭൂഖണ്ഡങ്ങളും, അതുപോലെ തന്നെ മാമലകളും നദികളും പുഴകളും ഈ വൃക്ഷങ്ങളും എല്ലാം ഖദ്റതുഹു, അവന്റെ ഒരു പിടുത്തത്തിലാണ്. ഒരു പിടുത്തത്തിനേ ഇതുള്ളൂ. ഖബ്ളത്തുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പിടുത്തത്തിനാണ് പറയാ. മാ യുഖ്ബദു ബിഹി ബില്യഡ്സ്, കൈകൊണ്ട് പിടിക്കുന്ന ഒരു പിടുത്തം. ഈ കാണുന്ന ഭൂമി, ഈ കാണാത്ത ഭൂമികളും, നമ്മൾ കാണുന്നൊരു ഭൂമിയുണ്ട്, എന്നാൽ നമുക്ക് കാണാൻ കഴിയാത്ത 7 ഭൂമികളിൽ 6 ഭൂമികൾ നമ്മൾ കാണാത്ത ഭൂമി വേറെ ഉണ്ട്. ഈ ഭൂമിയെല്ലാം തന്നെ, അതിലുള്ള കരയും അതിലുള്ള കടലും, അതിലുള്ള മുഴുവൻ ചരാചരങ്ങളും, അതിലുള്ള മലകളും, അതിലുള്ള നദികളും, അതിലുള്ള പുഴകളും എല്ലാം തന്നെ അവന്റെ ഒരൊറ്റപ്പിടുത്തത്തിലായിരിക്കും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാൾ. അപ്പൊ ഒറ്റപ്പിടുത്തത്തിലാന്ന് പറഞ്ഞാൽ അള്ളാന്റെ അധികാരത്തിലാണ് എന്നൊക്കെ ചിലർ വ്യാഖ്യാനിക്കും. അവര് തെറ്റി. കാരണം യൗമൽ ഖിയാമ എന്ന് പറഞ്ഞോടുകൂടി അവരുടെ ആ വാക്കിന് ഒരു അർത്ഥം ഉണ്ടാവില്ല. കാരണം ഖിയാമത്ത് മുമ്പും അള്ളാന്റെ ആധിപത്യത്തിൽ തന്നെയാണ്, അള്ളാന്റെ പിടുത്തത്തിൽ തന്നെയാണ്, അള്ളാന്റെ ആധിപത്യമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിപ്പോഴും അങ്ങനെയാണ്, ഖിയാമത്ത് അങ്ങനെയാണ്, ഖിയാമത്തിന് ശേഷം അങ്ങനെയാണ്. അപ്പൊ പ്രത്യേകം ഇങ്ങനെ പറയേണ്ടതില്ല യൗമൽ ഖിയാമ എന്നുള്ളത്. അപ്പൊ യൗമൽ ഖിയാമയിൽ ഇപ്പൊ ഈ നിൽക്കുന്ന നൃത്തത്തിൽ ഭൂമി ഉണ്ടാവില്ല, മറിച്ച് ഒരൊറ്റ പിടുത്തം പിടിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നശിപ്പിക്കും. കുല്ലു മൻ അലൈഹാ ഫാൻ, എല്ലാവരും നശിക്കും. കുല്ലു ഷൈഇൻ ഹാലിക് ഇല്ലാ വജ്ഹു, എല്ലാം നശിക്കാനുള്ളതാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഒറ്റപ്പിടുത്തത്തിൽ ഈ ഭൂമിയെ ഒതുക്കും ഖിയാമത്ത് നാളിൽ. പിന്നെ ആയത്ത് ബാക്കി വരുന്നുണ്ട്. ഇനി അതിന്റെ ഹദീസുകൾ വായിക്കാം. അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള റിവായ, ഖാല ജാഅ ഹബ്ർ, അദ്ദേഹം പറഞ്ഞു ഒരു ഹബ്ർ വന്നു. ഹബ്ർ ബഹർ എന്നുള്ളത് അടുത്തടുത്ത് നിൽക്കുന്ന വാക്കാണ്. ഹബ്ർ എന്ന് പറഞ്ഞാൽ അൽ ആലിം കസീറുൽ ഇൽം, ധാരാളം അറിവുള്ള പണ്ഡിതനാണ് ഹബ്ർ എന്ന് പറയാ. അത് പൂർവിക സമുദായങ്ങളിലേക്ക് ചേർക്കുമ്പോൾ അവർ പുരോഹിതന്മാര് എന്ന് പറയും. അവരുടെ പുരോഹിതന്മാർക്കാണ് അവരുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം അറിവുള്ള ആൾ. പക്ഷെ ഈ വാക്ക് മുസ്ലിമീങ്ങൾ ഉപയോഗിക്കുമ്പോൾ വഹുവ ഹബ്ർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളൊരു വലിയ പണ്ഡിതനാണ്. ചിലപ്പോ ഫഹർ എന്ന് പറയും, സാഗര സമാന പണ്ഡിതനാണ്, ചിലപ്പോ വലിയ പണ്ഡിതനാണ്, ആ അർത്ഥത്തിൽ പറയും. ഇവിടെ ഹബ്ർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജൂതന്മാരിൽപ്പെട്ടിട്ടുള്ള ഒരു വലിയ പണ്ഡിതനെ, ഒരു പുരോഹിതനെയാണ് ഉദ്ദേശിക്കുന്നത്. ജൂതന്മാരിൽപ്പെട്ട ഒരു പുരോഹിതൻ, പണ്ഡിതനായ ഒരു പുരോഹിതൻ വന്നു. മിനൽ അഹ്ബാർ, അവരുടെ പുരോഹിതന്മാരിൽപ്പെട്ടിട്ടുള്ള ഒരാൾ ആരുടെ അടുക്കൽ വരികയാണ്? ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു ഫഖാല യാ മുഹമ്മദ്, അവർ നബി അങ്ങനെ വിളിക്കുക. അറാബികൾ അങ്ങനെ വിളിക്കും, ഇവരല്ലാത്ത നാഗരികരല്ലാത്തവർ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇസ്തിജാബത്ത് ചെയ്യാത്ത, ഉത്തരം കൊടുക്കാത്ത, ഉമ്മത്തുൽ ഇജാബത്തല്ലാത്ത ആളുകൾ, ജൂതര്, ക്രൈസ്തവര്, അങ്ങനെയുള്ള ആളുകളും നബിയെ വിളിക്കും യാ മുഹമ്മദ്, മുഹമ്മദേ. ഇന്നാ നജിദ്, ഞങ്ങൾ കാണുന്നു. ഞങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐ അൽ യഹൂദ്. നജിദ്, ഞങ്ങൾ കാണുന്നു എന്ന് പറഞ്ഞാൽ ഐ ഫി കിതാബിന അത്തൗറാത്ത്, ഞങ്ങളുടെ കൈവശമുള്ള ഗ്രന്ഥത്തിൽ ഞങ്ങൾ കാണുന്നു. അന്നല്ലാഹ യജ്അലു സ്സമാവാതി അലാ ഇസ്ബഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങളെ ഒരു വിരലിന്മേലാക്കും. ഇസ്ബഅ, അതിന് ഇസ്ബഅ എന്നുള്ളത് 9 രൂപത്തിൽ വായിക്കും. ഭാഷരസാണ്. 10ാമത്തേത് ഉസ്ബൂഅ്, വാവുടി കൂട്ടി വായിക്കും. അപ്പൊ വിരല് എന്നതിന്റെ അറബിയില് ഇസ്ബഅ എന്നുള്ള ആ ഘടന 9 രൂപത്തിൽ വായിക്കുന്ന ഉസ്ബൂഅ്, ഇസ്ബഅ എന്നൊക്കെ പറഞ്ഞ് പല രൂപത്തിലും അത് വായിക്കും. പിന്നെ ഒരു വാവും കൂട്ടിയിട്ട് ഉസ്ബൂഅ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. അത് വിരൽ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിരലാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് യദുണ്ട്, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇസ്ബഅ,
ഇസ്ബഅ എന്ന വാക്കിന്റെ അർത്ഥം വിരൽ എന്നാണ്. അള്ളാഹ്ക്ക് ഇസ്ബഅ ഉണ്ട് എന്നുള്ളതും ഈ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടു. അപ്പൊ 7 ആകാശങ്ങളെ അള്ളാഹു ഒരു വിരലിന്മേലാക്കും. വൽ അറളീന അലാ ഇസ്ബഇൻ, അതുപോലെ തന്നെ ഭൂമികൾ എന്ന് പറഞ്ഞാൽ ചില റിവായത്തിൽ 7 ഭൂമികൾ എന്ന് കാണാം. വിശുദ്ധ ഖുർആനിൽ ഭൂമി 7 എന്നുള്ളത് വളരെ വ്യക്തമായി വന്നിട്ടില്ല. എന്നാൽ സൂചനയുണ്ട് താനും വമിനൽ അർളി മിസ്ലുഹുൻ, ഭൂമിയിലും അങ്ങനെ ഉണ്ട് എന്ന്. എന്നാൽ 7 ഭൂമിയാണ് എന്നത് ഹദീസിൽ സ്വരീഹായി തന്നെ പറയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള 7 ഭൂമികളെ അള്ളാഹു ആക്കി തീർക്കും. അലാ ഇസ്ബഅ, ഒരു വിരലിന്മേലാക്കി തീർക്കും. വശജറ അലാ ഇസ്ബഅ, അതുപോലെ തന്നെ മുഴുവൻ സസ്യലതാദികളെയും വൃക്ഷങ്ങളെയും ഒരു വിരലിലാക്കി തീർക്കും. വൽ മാഅ അലാ ഇസ്ബഅ, വെള്ളം മുഴുവനും ഒരു വിരലിലാക്കി തീർക്കും. വസ്തറ അലാ ഇസ്ബഅ, മണ്ണ് മുഴുവനും ഒരു വിരലിലാക്കി തീർക്കും. വസായിറൽ ഖൽഖി അലാ ഇസ്ബഅ, മറ്റുള്ള മുഴുവൻ ഇതര സൃഷ്ടിജാലങ്ങളെ മുഴുവൻ ഒരു വിരലിലാക്കി തീർക്കും. ഇതിന്റെ അർത്ഥം ഇവിടൊക്കെ ഇസ്ബഅ എന്നത് പ്രയോഗിച്ചത് ഇസ്മുൽ ജിൻസായിട്ടാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ഇതിൽ വന്നിട്ടുള്ള ഹദീസുകളുടെ അൽഫാദുകൾ ജംഅ് ചെയ്യുമ്പോൾ തനാഖുദ് ഉണ്ടാകും, ഒരു പൊരുത്തക്കേടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ വിരലുമ്പലാക്കും, അല്ലാതെ ഇന്നൊരു വിരല് എന്നതിനെ ഓരോ വിരലാക്കിയിട്ട് അതിനെ നിജപ്പെടുത്തേണ്ടതും നിർണയിക്കേണ്ടതുമില്ല. വിരലുമ്പലാക്കും. അള്ളാഹ്ക്ക് ആകാശങ്ങൾ ഒരു കയ്യില്, ഭൂമി ഒരു കയ്യില്. ആകാശത്തിൽ ഈ ഭൂമിയിലുള്ള സസ്യലതാദികളും മറ്റുള്ളതും മുഴുവനും ഒരു വിരലിനുള്ളൂ, ഒരു വിരലുമ്പലാക്കും. അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ഇപ്പൊ ഇവിടെ പറഞ്ഞതുപോലെയുള്ള ആകാശങ്ങൾ ഒരു വിരലുമ്പൽ നിർത്തും. അതുപോലെ തന്നെ ഭൂമികൾ ഒരു വിരലുമ്പൽ നിർത്തും. വൃക്ഷങ്ങളെല്ലാം ഒരു വിരലിൽ വെക്കും. അതുപോലെ വെള്ളം ഒരു വിരലിൽ വെക്കും. മണ്ണ് മുഴുവനും ഒരു വിരലിൽ വെക്കും. മറ്റു ഇതര സൃഷ്ടികൾ മുഴുവൻ ഒരു വിരലിൽ അല്ലാഹു വെക്കും. എന്നിട്ട് പറയും ഫയഖൂലു അനൽ മലിക്, എന്നിട്ട് പറയും ഞാനാണ് മലിക്. മലിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജാധിപത്യം, അധീശാധിപത്യം ഉള്ളവനെന്നാണ്. മലിക് എന്ന് പറഞ്ഞാൽ മലിക്കും മാലിക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. മാലിക് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥനാണ്. ചിലപ്പോൾ ഒരാൾ ഉടമസ്ഥനാകും, അയാളെ ഇതിന്റെ കൈകാര്യകർത്താവ് ആയിക്കൊള്ളണമെന്നില്ല. അതിന്മേൽ പൂർണ്ണമായ അധീശത്വം അയാൾക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാൽ മലിക് എന്ന് പറയുമ്പോൾ അധീശത്വം അയാൾക്കുണ്ട്, അധീശത്വം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ മലിക് എന്നുള്ളത് മാലിക്കിനെക്കാളും അർത്ഥപൂർണമായിട്ടുള്ളതാണ്. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും വന്നിട്ടുണ്ട്. അള്ളാഹ്ക്ക് മുൽക്കുണ്ട്, മിൽക്കുണ്ട്. അള്ളാഹ്ക്ക് ആധിപത്യമുണ്ട്, അതുകൊണ്ട് അവൻ മലിക്കാണ്. അള്ളാഹ്ക്ക് മിൽക്കുണ്ട്, ഉടമസ്ഥതയുണ്ട്, അതുകൊണ്ട് അവൻ മാലിക്കാണ്. അതുകൊണ്ട് തന്നെ മലിക് യൗമിദ്ദീൻ, മാലിക് യൗമിദ്ദീൻ എന്ന് 2 ഖിറാഅത്തും സൂറത്തുൽ ഫാത്തിഹയിൽ സഹീഹായ നിലയിൽ തന്നെ റിവായത്ത് ചെയ്യപ്പെട്ടു വന്നിട്ടുള്ളതുമാണ്. മലിക് യൗമിദ്ദീൻ എന്നും നമ്മൾ മാലിക് യൗമിദ്ദീൻ എന്ന് ഓതുന്നത് പോലെ മലിക് യൗമിദ്ദീൻ എന്നും സഹീഹായ ഖിറാഅത്ത് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഞാനാണ് മലിക്, അധീശാധിപത്യമുള്ളവൻ. ഇത് പാരാ പറഞ്ഞത്? ഇതൊരു ജൂതനായ ഒരു പുരോഹിതന്മാരിൽപ്പെട്ട പണ്ഡിതനായ ഒരു പുരോഹിതൻ വന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ കൈവശമുള്ള തൗറാത്തിൽ കാണുന്നു. ഇത് കേട്ടപ്പോൾ ഫളഹികൻ നബിയ്യു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് ചിരിച്ചു. ഹത്താ ബദത്, പ്രത്യക്ഷപ്പെടുന്നത് വരെ. ബദായബുദ് പറഞ്ഞാൽ പ്രത്യക്ഷപ്പെടുക. നവാജിദുഹു, നബിയുടെ അണപ്പല്ലുകൾ. നന്നായിട്ട് ചിരിക്കുമ്പോഴാണ് മറ്റേ മുന്നിലുള്ള 2 പല്ല് 3 പല്ലൊക്കെ കാണുള്ളൂ. നന്നായിട്ട് ചിരിക്കുമ്പോഴാണ് അണപ്പല്ലുകൾ കാണുക. റസൂലുള്ളാഹിന്റെ അണപ്പല്ലുകൾ പ്രത്യക്ഷമായി കാണത്തക്ക രൂപത്തിൽ നബി തുറന്ന് ചിരിച്ചു. എന്തുകൊണ്ടാണ് തുറന്ന് ചിരിച്ചത്? തസ്ദീഖൻ ലിഖൗലിൽ ഹബ്ർ, ആ പുരോഹിതൻ പറഞ്ഞിട്ടുള്ള വാക്കിനെ സത്യപ്പെടുത്തിക്കൊണ്ട്. അത് നമ്മൾ പറയുന്ന സത്യമാണെന്ന് എല്ലാ നിലക്കും നമുക്ക് ബോധ്യമുള്ള ഒരു കാര്യം നമ്മുടെ എതിരാളികൾ ചിലപ്പോൾ പറയണ നേരത്ത് അവര് നമ്മുടെ ആ വാക്കിനെ സത്യപ്പെടുത്തി പറയുമ്പോ നമ്മൾ ചിരിച്ചു പോകും. കണ്ടോ, പോലും പറഞ്ഞു, മനസ്സിലായില്ലേ? അതിനൊരു ചിരിയുണ്ട്, ആ ചിരിയാണ്. മാത്രമല്ല, ആ ഹബർ പറഞ്ഞിട്ടുള്ള വാക്കിനെ സത്യപ്പെടുത്തുകയാണ്. ഹബർ പറഞ്ഞിട്ടുള്ള വാക്ക് ശരിയാണ് എന്ന് നബി അംഗീകരിച്ചു, ഇഖ്റാർ ചെയ്തു എന്നതിനുള്ള തെളിവ് റസൂലുള്ളാഹ് തുടർന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വചനം ഖുർആനിലെ ആയത്ത് കൊണ്ട് ഇസ്തിശ്ഹാദ് നടത്തി തെളിവും പിടിച്ചു. വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദരി,
അവര് മുശ്രിക്കുകളായ ആളുകൾ അള്ളാഹുവിനെ കുറിച്ച് കരുതേണ്ട രൂപത്തിൽ അള്ളാഹിനെ കുറിച്ച് ഉണ്ടായിരിക്കേണ്ട ശരിയായ വിഭാവന അവർക്കുണ്ടായില്ല. വല്ലർളു ജമീഅൻ, ഭൂമി മുഴുക്കെ ഖബ്ളതുഹു, അവന്റെ ഒരു പിടുത്തത്തിലായിരിക്കും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. മുത്തഫഖുൻ അലൈഹി. അപ്പൊ റസൂലുള്ളാഹിന്റെ ഈ ചിരിയും ഈ ഇസ്തിശ്ഹാദു ബിൽ ആയ, ഈ ആയത്ത് കൊണ്ടുള്ള തെളിവ് പിടിക്കലും അത് യദുല്ലു അലാ ഇഖ്റാരിൻ നബി ഖൗലൽ ഹബർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പുരോഹിതന്റെ വാക്ക് സത്യപ്പെടുത്തുകയാണ് എന്നതിനുള്ള തെളിവുമാണ്. ഇവിടെ അള്ളാഹിന്റെ മഹത്വത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത്, മറ്റു കാര്യങ്ങളല്ല സിയാത്തിലുള്ളത്. അള്ളാഹ് ആരാണ്? അള്ളാഹ് ഏതാണ്ട് ഈ കാര്യം അള്ളാഹിനെ കുറിച്ചുള്ള ശരിയായ വിഭാവന ഉണ്ടാകുന്നതിനെ കുറിച്ച് സാമാന്യം ദീർഘമായി തന്നെ ഒരു ക്ലാസ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വെച്ചുകൊണ്ട് തന്നെ അത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യമാണിത്. വഫി റിവായത്തിൽ മുസ്ലിം, ഇമാം മുസ്ലിമിന്റെ റിവായത്തിൽ നമ്മൾ നോക്കിയാൽ വൽ ജിബാല വശജറ അലാ ഇസ്ബഅ, മാമലകൾ അതുപോലെ തന്നെ മരങ്ങൾ അതെല്ലാം തന്നെ അലാ ഇസ്ബഇൻ, ഒരു വിരലിൽ ആക്കി തീർക്കും. ثم يهزهن, എന്നിട്ട് ആ മലകളെയും അതുപോലെ തന്നെ വൃക്ഷങ്ങളെയും അള്ളാഹു ശക്തമായി പിടിച്ചു കുലുക്കും. ഫയഖൂൽ, എന്നിട്ട് അള്ളാഹു പറയും അനൽ മലിക്, ഞാനാണ് സർവാധിപത്യവുമുള്ള മുഴുവൻ അധീശത്വത്തിന്റെയും ഉടമയായിട്ടുള്ളവൻ. അനല്ലാഹ്, ഞാനാണ് അല്ലാഹു എന്ന് പറയും എന്നാണ് ഇമാം മുസ്ലിമിന്റെ ഒരു റിവായത്തിലുള്ളത്. വഫി റിവായത്തിൽ ലിൽ ബുഖാരി, ഇമാം ബുഖാരിയുടെ റിവായത്തിൽ കാണാം യജ്അലുസ് സമാവാതി അലാ ഇസ്ബഅ, ആകാശങ്ങളെ ഒരു വിരലിലാക്കി തീർക്കും. വൽ മാഅ വസ്സറ അലാ ഇസ്ബഅ, അതുപോലെ തന്നെ വെള്ളവും കരയും വെള്ളവും മണ്ണും ഒരു വിരലിലാക്കി തീർക്കും. വസായിറൽ ഖൽഖി അലാ ഇസ്ബഅ, മറ്റുള്ള ഇതര സൃഷ്ടിജാലങ്ങളെ മുഴുവനും ഒരു വിരലിലുമാക്കി തീർക്കും എന്നാണ് ഇമാം ബുഖാരിയുടെ റിവായത്തിലുള്ളത്. അഖ്റജ, അത് ബുഖാരിയുടെയും മുസ്ലിമിന്റെയും റിവായത്തിലാണ്. ഇങ്ങനെ വന്ന ഈ റിവായത്തുകൾ പരസ്പരം വായിച്ചു നോക്കുമ്പോൾ വായനക്കാരന് ഒരു ആശയക്കുഴപ്പമുണ്ടാവാതിരിക്കാനാണ് ഇതിന് ശറഹ് നൽകിയിട്ടുള്ള ശാരിഹീങ്ങൾ ആദ്യം തന്നെ പറഞ്ഞത് ഇവിടെ ഈ ഹദീസിൽ പറഞ്ഞ ഇസ്ബഅ അത് ഇസ്മുൽ ജിൻസായിട്ട് വേണം മനസ്സിലാക്കാൻ എന്ന്. അങ്ങനെ മനസ്സിലാക്കിയ ഒരു കുഴപ്പമൊട്ട് വരില്ല. വലി മുസ്ലിമിൻ അൻ ഇബ്നു ഉമർ മർഫൂഅൻ, ഇമാം മുസ്ലിമിന് തന്നെ ഇബ്നു ഉമറിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അദ്ദേഹം റഫ്അ ചെയ്യുന്ന ഹദീസിൽ കാണാം യത്വില്ലാഹുസ് സമാവാതി യൗമൽ ഖിയാമ. ഇപ്പൊ ഭൂമിയുടെ കാര്യമാണ് ഈ പറഞ്ഞത്. ഇനി ആകാശത്തിന്റെ കാര്യമോ? ത്വവാ, ചുരുട്ടിക്കൂട്ടും. ത്വവാ എന്ന് പറഞ്ഞാൽ ചുരുട്ടിക്കൂട്ടി നശിപ്പിക്കണേനാ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചുരുട്ടിക്കൂട്ടും. അസ്സമാവാത്, ആകാശങ്ങൾ, 7 ആകാശങ്ങൾ, യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. ثم يأخذهن بيده اليمنى, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ 7 ആകാശങ്ങളെയും പിടിക്കും അവന്റെ വലത് കൈ കൊണ്ട്. യദ്, കൈ, യുംന, വലത്. ثم يقول, എന്നിട്ട് അല്ലാഹു പറയും അനൽ മലിക്, ഞാനാണ് മലിക്, സർവാധീശത്വവുമുള്ള സർവാധികാരവുമുള്ളവനായ മലിക് ഞാനാണ്. ഐനൽ ജബ്ബാറൂൻ, ഭൂലോകത്ത് വലിയ സ്വേച്ഛാധിപത്യം കാണിച്ച് വാണുപോയിട്ടുള്ള രാജാക്കന്മാരില്ലേ, എവിടെയാ സ്വേച്ഛാധിപതികൾ? ഐനൽ മുത്തക്കബ്ബിറൂൻ, അഹങ്കരിച്ചിട്ടുള്ള ഒരു അഹങ്കാരികളില്ലേ, അവരെവിടെ? കാണട്ടെ അവരെ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചുരുട്ടിക്കൂട്ടുന്നു 7 ഭൂമികളെയും. എന്നിട്ട് ആ 7 ഭൂമികളെയും അള്ളാഹു അവന്റെ മറ്റേ കൈ കൊണ്ട് ചുരുട്ടിക്കൂട്ടി പിടിക്കുന്നു. ഇവിടെ ഷിമാലിഹി, ഇടത് കൈ കൊണ്ട് എന്ന് പറയുന്നുണ്ട്. ഗ്രന്ഥം മുസന്നിഫ് റഹിമഹുല്ലാഹ് അള്ളാഹുവിന്റെ ഒരു കൈയിന് യമീനെന്നും മറ്റേ കൈയിന് ഷിമാലെന്നും പറയാം. കാരണം ഇമാം മുസ്ലിമിന്റെ റിവായത്തിൽ ഷിമാൽ എന്ന് പ്രയോഗിച്ചിട്ടുണ്ടല്ലോ എന്ന പക്ഷക്കാരനാണ്. എന്നാൽ മുസന്നിഫ് അല്ലാത്ത മറ്റു പല മുഹദ്ദിസുകളും കിൽതാ യദൈഹി യമീനുൻ എന്ന് പറയുന്ന മറ്റൊരു റിവായത്തിന്റെ വെളിച്ചത്തിൽ 2 കൈയിനും യമീൻ എന്ന് തന്നെയാണ് പറയാ. ഷിമാൽ എന്ന് പറയുന്ന ആ ലഫ്ദ്, ആ പ്രയോഗം അത് ശാദ്ദാണ് എന്ന പക്ഷക്കാരുമാണ്. അത് അസ്മാ സിഫാത്ത് പറയുന്നിടത്ത് നമ്മൾ വിശദീകരിക്കാറുള്ള കാര്യമാണ്. എന്നിട്ട് പറയും അനൽ മലിക്, ഞാനാണ് സർവാധിപത്യവുമുള്ള എല്ലാ അധീശത്വവുമുള്ളവനായ മലിക്. ഐനൽ ജബ്ബാറൂൻ, അഹങ്കാരികളായ
ജബ്ബാർ, സ്വേച്ഛാധിപതികളായിരുന്ന, സമഗ്രാധിപത്യം കാണിച്ചിരുന്ന സ്വേച്ഛാധിപതികളായിരുന്ന, ഭൂലോകം ഭരിച്ചിരുന്ന ആ ഫറാഇനത്ത്, ഫിർഔൻമാരെ പോലെയുള്ള ആ കിങ്കരന്മാരെവിടെ? ഐനൽ മുതകബ്ബിറൂൻ, ആ അഹങ്കാരികളെവിടെ എന്ന് അല്ലാഹു ചോദിക്കുന്നു. ഇവിടെ ഹദീസ് ഇത് അസ്മാ സിഫാത്തിൽ വളരെ ആഴത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. അള്ളാന്റെ കയ്യ് അത് സ്ഥിരപ്പെട്ടതാണ്. അള്ളാഹ്ക്ക് ഉസ്ബുൾ വിരലുണ്ട് എന്നുള്ളത് സ്ഥിരപ്പെട്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലാക്ക് 2 കൈയുണ്ട് എന്നുള്ളത് സ്ഥിരപ്പെട്ടതാണ്. 2 കൈയിനും പിന്നെ യമീൻ എന്ന് തന്നെയാണ് പറയാ. പിന്നെ യമീൻ മറ്റേ കൈ, അല്ലെങ്കിൽ 2 യമീൻ എന്ന് പറയാ. ഷിമാൽ എന്നുള്ളത് ഇടത് കൈ എന്ന് പറയുന്നത് പറ്റുമോ എന്ന കാര്യത്തിൽ ഒരു തർക്കമുണ്ട്. ഇമാം മുസ്ലിമിന്റെ റിവായത്ത് വെച്ചുകൊണ്ട് മുസന്നിഫ് റഹിമഹുല്ലാഹ് ശൈഖുൽ ഇസ്ലാം പറ്റും എന്ന പക്ഷക്കാരനാണ്. എന്നാൽ ബൈഹഖിയെ പോലെയുള്ള മുൻഗാമികളായിട്ടുള്ള ആളുകൾ ഈ റിവായത്തിലെ ഷിമാൽ എന്ന് പറയുന്നത് ഷാദാണ്, 2 ഔസഖായ ആളുകൾക്ക് എതിരിലാണ് ഈ റിവായത്ത് വന്നത്, അതുകൊണ്ട് അത് ഷാദാണ് എന്ന് പറയുന്നവരുമുണ്ട്. വറുവിയ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, വറുവിയ അൻ ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസിൽ നിന്ന് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അദ്ദേഹം പറഞ്ഞു, മസ്സമാവാതു സബ്ഉ വൽ അർളൂന സബ്ഉ, 7 ആകാശങ്ങളും 7 ഭൂമിയുമല്ല, ഫീ കഫിർ റഹ്മാൻ, റഹ്മാനായ അല്ലാഹുവിന്റെ കഫിൽ. കഫ് എന്നുള്ള വാക്കിന്റെ അർത്ഥം കൈപ്പത്തി എന്നാണ്. അല്ലാഹുവിന്റെ കഫിൽ 7 ആകാശങ്ങളും 7 ഭൂമിയും ഏതുപോലെയാണ്? ഇല്ലാ കഹർതലത്തിൻ ഫീ യദി അഹദികും, നിങ്ങളിൽ ഒരാളുടെ കയ്യിൽ ഒരു കടുകിന്റെ മണി വെച്ചാൽ എങ്ങനെ ഉണ്ടാവുക? അതുപോലെയല്ലാതെ മറ്റൊന്നുമല്ല, ഒന്നുമല്ല അല്ലാഹ്. ഈ 7 ആകാശങ്ങളും 7 ഭൂമിയും അതൊക്കെ ചുരുട്ടിക്കൂട്ടും, വലത് കൈകൊണ്ട് പിടിക്കും എന്നൊക്കെ പറയുമ്പോ അതൊക്കെ സാധ്യമാണോ? അള്ളാഹനെ നിങ്ങൾ കണക്കാക്കേണ്ട വിധത്തിൽ കണക്കാക്കാത്തത് കൊണ്ടാണ്. നമ്മളിൽ ഒരാൾ ഒരു കടുകുമണി കയ്യിൽ വെച്ചാൽ എന്തുണ്ടാവുള്ളൂ? ആ കടുകുമണിന്റെ അത്ര തന്നെയുള്ളൂ യഥാർത്ഥത്തിൽ 7 ആകാശങ്ങളും 7 ഭൂമിയും. ഇവിടെ ഉപമിച്ചിരിക്കുന്നത് 7 ആകാശങ്ങളെയാണ്, 7 ഭൂമിയെയാണ്. അതൊരു ഹർദലിനോട്, ഒരു കടുകുമണിയോടാണ് ഉപമിച്ചിരിക്കുന്നത്. അത്രയും ചെറുതാണ് അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം. നമുക്കല്ലേ ആകാശങ്ങൾ വലുത്, നമുക്കല്ലേ ഭൂമി വലുത്, നമുക്കല്ലേ അവക്കിടയിൽ സഞ്ചരിക്കാൻ കഴിയാത്തത്, നമ്മളല്ലേ ഒരു ചൊവ്വയിൽ പോകുമ്പോഴേക്കെന്ന് എല്ലാം കെട്ടിക്കഴിഞ്ഞു എന്ന് കരുതുന്നത്. അതൊക്കെ എന്താണ്? അള്ളാഹിനെ സംബന്ധിച്ച് അതൊന്നും ഒന്നുമേ അല്ല. അവൻ ഖിയാമത്ത് നാളിൽ 7 ആകാശങ്ങളെ വലത് കൈകൊണ്ട് ചുരുട്ടിപ്പിടിച്ചിട്ട് ഒരു വിരലിൽ നിർത്തുന്നവനാണ്. അതുപോലെ തന്നെ 7 ഭൂമിയെയും ചുരുട്ടിക്കൂട്ടിയിട്ട് അവയെ അവന്റെ മറുകൈയിൽ വിരലിൽ നിർത്തുന്നവനാകുന്നു അല്ലാഹു. വഖാല ഇബ്നു ജരീർ പറഞ്ഞു, യാനി റഈസുൽ മുഫസ്സിരീൻ ഹദ്ദസനി യൂനുസ് ഖാല ഖബറന ഇബ്നു വഹബ് ഖാല ഖാല ഇബ്നു സയ്യിദ്. ഇബ്നു സയ്യിദ് പറഞ്ഞു. ഇബ്നു സയ്യിദ് എന്ന് പറയുന്നത് അബ്ദുറഹ്മാൻ ഇബ്നു സയ്യിദ് ഇബ്നു അസ്ലം. സയ്യിദ് ഇബ്നു അസ്ലം എന്ന് പറയുന്നത് താബിഈ വര്യനാണ്. വിഖ്യാത ഖുർആൻ വ്യാഖ്യാതാവായിട്ടുള്ള സയ്യിദ് ഇബ്നു അസ്ലം. അദ്ദേഹത്തിന്റെ മകനാണ് അബ്ദുറഹ്മാൻ. ആ അബ്ദുറഹ്മാനെയാണ് ഇബ്നു സയ്യിദിന്റെ മകൻ അബ്ദുറഹ്മാൻ. അദ്ദേഹം വാഹിൻ ജിദ്ദൻ, ഹദീസ് വിഷയത്തിൽ സ്വീകാര്യനല്ല. ഹദ്ദസനി അബി, അദ്ദേഹം പറയുന്നു തന്റെ പിതാവായ സയ്യിദ് ഇബ്നു അസ്ലം പറഞ്ഞു, ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ റിവായത്ത് മുർസലാണ്. കാരണം സയ്യിദ് ഇബ്നു അസ്ലം സഹാബി വര്യനല്ല, അദ്ദേഹം താബിഈ വര്യനാണ്. താബിഈ വര്യനായ ഒരാൾ നബി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ ഇടക്ക് ഒരാളെ വിട്ടുപോയിട്ടുണ്ട്. അത് വിട്ടുപോയത് സഹാബി ആയിരിക്കൂലേ? ചിലപ്പോ സഹാബിയാകാം, ചിലപ്പോ അദ്ദേഹത്തെ പോലുള്ള ഒരു താബിഈ വര്യനാകാം. അതുകൊണ്ട് ആരെയാണ് വിട്ടുപോയത് എന്നറിയില്ല. അപ്പൊ അത് മുർസലാണ്. അതുകൊണ്ട് ആ റിവായത്തിന്റെ തകരാറുണ്ട്. മസ്സമാവാതു സബ്ഉ, മസ്സമാവാതു സബ്ഉ, 7 ആകാശങ്ങളല്ല. ഫിൽ കുർസി, അള്ളാന്റെ കുർസിയെ സംബന്ധിച്ചിടത്തോളം കുർസിയുമായി ബന്ധപ്പെടുത്തുമ്പോൾ ഇല്ലാ കദറാഹിമ സബ്അത്തിൻ, 7 ദിർഹമിനെ പോലെയാണ്. ഉൽഖിയത്ത് ഫീ തുർസിൻ, ഒരു പരിചയിൽ. ഇത് ഒരു പരിച. ഇവിടെ എന്താന്ന് ചോദിച്ചാൽ അള്ളാന്റെ സൃഷ്ടികൾ മാത്രമാണ് കേട്ടോ ഇവിടെ പറയപ്പെടുന്നത്. അള്ളാഹിനെ കുറിച്ചല്ല, സൃഷ്ടികളുടെ വലിപ്പാണ് ഈ പറയുന്നത്. ഒരു വലിയ പരിച എടുക്കുക, ഷീൽഡ്, യുദ്ധത്തിൽ തടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വലിയ ഷീൽഡ്. ആ ഷീൽഡില് 7 ദിർഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളി നാണയം, 7 ചെറിയ വെള്ളി നാണയം കൊണ്ടുപോയിട്ടാൽ ആ തുർസിൽ, ആ ഷീൽഡിൽ ഏതുപോലെ ഉണ്ടാകുമോ അതുപോലെയാണ് കുർസിന്റെ കീഴിൽ 7 ആകാശങ്ങൾ. ഈ റിവായത്ത് എന്താണെങ്കിലും ശരി, ഒന്ന് സയ്യിദ് ഇബ്നു അസ്ലമിൽ നിന്നുള്ള
മുർസലാണ്. രണ്ടാമത്തത് സെയ്ദ് ബിൻ അസ്ലമിൽ നിന്നത് റിവായത്ത് ചെയ്യുന്നത് തന്റെ മകനായ അബ്ദുറഹ്മാൻ വഹുവ ദഈഫ് വാഹിദ് ജിദ്ദൻ. അതുകൊണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനല്ലാതെ അതിനപ്പുറത്തേക്ക് അതിന് ഒരു ഹുജ്ജത്തിന്റെ ബലം അതിനില്ല. ഖാൽ അദ്ദേഹം പറഞ്ഞു, ആര്? ഇബ്നു ജരീർ അത്ബരി റഈസുൽ മുഫസ്സിരീൻ റഹ്മത്തുള്ളാഹി അലൈഹി. വഖാല അബൂ ദർ റളിയല്ലാഹു അൻഹു, അബൂ ദർ അൽ-ഗിഫാരി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടു. യഖൂൽ മൽ കുർസിയ്യു ഫിൽ അർശ്, അർശിന്റെ താഴെ കുർസി എന്ന് പറയുന്നത് ഇല്ലാ കഹൽഖത്തിൻ, ഒരു വട്ടക്കണ്ണിയെ പോലെയാണ്, മിൻ ഹദീദ്, ലോഹത്തിന്റെ ഇരുമ്പിന്റെ ഒരു വട്ടക്കണ്ണി പോലെ, ഉൽഖിയത് ബൈന ദഹ്റൈ ഫലാത്തിൻ മിനൽ അർദ്, ഭൂമിയിലെ വലിയ ഒരു മരുഭൂമി, ആ മരുഭൂമിയിൽ ഒരു ചെറിയ വട്ടക്കണ്ണി കൊണ്ടുപോയി ഇട്ടാൽ എത്ര ഉണ്ടാകുമോ അത്ര മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇതൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട്, കാരണം ഇതൊക്കെ മേൽ ലോകത്തെ കാര്യങ്ങളാണ്, എന്താണോ സഹീഹായി റിവായത്ത് വന്നത്, ആമന്നാ വസദ്ദഖ്നാ വസല്ലംനാ, അത് നമ്മൾ വിശ്വസിക്കുന്നു, അത് നമ്മൾ സത്യപ്പെടുത്തുന്നു, അതിനെ നമ്മൾ കീഴ്പ്പെടുന്നു. കാരണം ഇത് സഹീഹായ റിവായത്താണെങ്കിൽ ആ റിവായത്ത് അല്ലാത്ത ഞാൻ വർത്തനങ്ങളോട് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്ന ഒരു ഖബറാണ്. നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ കഴിവുകൊണ്ടും മംഗൾയാൻ കൊണ്ട് പരിശോധിച്ചെത്താവുന്ന ഒരു ലോകമല്ല, അതിന്റെ അപ്പുറത്തുള്ള കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് ഒക്കെ വായിച്ചു കഴിഞ്ഞിട്ട് എന്താണ് അള്ളാന്റെ ഈ സൃഷ്ടികളുടെ ഘടന, അതിന്റെ വലിപ്പം എത്രയാണ്, അവസാനം നമുക്ക് നോക്കാം. അതുവരെ നിങ്ങൾ ബുക്കുണ്ടെങ്കിൽ കൃത്യമായിട്ട് നോക്കിയിരുന്നോളൂ, മനസ്സിലാകും. എന്നിട്ട് പറയുന്നു, അപ്പോ കുർസിയും അർശും തമ്മിലുള്ള വലിപ്പ വ്യത്യാസം, പ്രപ്പോർഷനാണ് പറയുന്നത്. അർശിന്റെ താഴെ കുർസി, അതേതുപോലെയാണ്? ഒരു മരുഭൂമിയിൽ ഒരു വട്ടക്കണ്ണി കൊണ്ടുപോയിട്ടാൽ വട്ടക്കണ്ണിയും മരുഭൂമിയും തമ്മിലുള്ള ആ പ്രപ്പോർഷൻ എന്തായിരിക്കുമോ അതേപോലെയാണ്. ഇത് അബൂ ദർ അൽ-ഗിഫാരി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള റിവായത്താണ്. അതിന് ശവാഹിദുകളുണ്ട്, അത് ഹസനിനെക്കാളും മീതുള്ള ഹദീസാണ്. وعن ابن مسعود رضي الله عنه قال بين السماء الدنيا والتي تليها 500 عام. ഇബ്നു മസ്ഊദിൽ നിന്ന്, ഇത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന അസറാണ്, മൗഖൂഫായ അസർ. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ലൈസ മിൻ മസാരിഹൽ ഇജ്തിഹാദ് വന്നദർ, ഏതെങ്കിലും ഒരാൾക്ക് ഇജ്തിഹാദ് നടത്താനോ അല്ലെങ്കിൽ ഗവേഷണം ചെയ്യാനോ പറ്റിയ വിഷയമല്ല, തൗഖീഫിയായ വിഷയമാണ്. അത്തരം കാര്യങ്ങളിൽ ഒരു സഹാബി വര്യൻ ഒരു അസർ ഉദ്ധരിച്ചാൽ അത് മൗഖൂഫാണെങ്കിലും അതിന്റെ മർഫൂഇന്റെ ഹുക്മാണ്. അതുകൊണ്ട് തന്നെ ഇബ്നു മസ്ഊദിൽ നിന്ന് മൗഖൂഫായി ഉദ്ധരിച്ചിട്ടുള്ള അസറാണ് ലഹു ഹുക്മുൽ മർഫൂ', അതിന്റെ മർഫൂആയ ഹദീസിന്റെ ഹുക്മുണ്ട് താനും. അദ്ദേഹം പറയുന്നു, ഒന്നാമത്തെ ആകാശം, നമ്മുടെ തൊട്ടടുത്ത്, നമ്മുടെ മുകളിൽ നിൽക്കുന്ന തൊട്ടടുത്തുള്ള ആകാശം, അത് വല്ലത്തി തലീഹ, അതിനുശേഷം വരുന്ന രണ്ടാമത്തെ ആകാശവും തമ്മിൽ എത്രയാണ് അകലം? 500 ആം, 500 ആണ്ട് കാലത്തെ സഞ്ചാര ദൂരമാണുള്ളത്. 500 ആമിൻ, 500 വർഷം സഞ്ചരിച്ചാലെത്താവുന്ന ദൂരാണുള്ളത്. വബൈന കുല്ലി സമാഇൻ വസമാഇൻ 500 ആം, അങ്ങനെ പിന്നെ അവിടുന്ന് അങ്ങോട്ട് 7 ആകാശം വരെയുള്ള ഓരോ ആകാശത്തിന്റെയും ഇടയിലുള്ള ദൂരം എത്രയെന്ന് ചോദിച്ചാൽ 500 ആം, 500 ആണ്ട് സഞ്ചരിക്കാനുള്ള ദൂരമാണ്. ഈ ആണ്ട് ഏതാണെന്നുള്ളത് അത് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇവിടെ കണക്കാക്കുന്ന ആണ്ടല്ല. അപ്പോ ദൂരം കുറച്ച് കൂടും, ദൂരം കുറച്ചും കൂടി കൂടും, കുറച്ചല്ല കുറച്ചധികം കൂടും. എന്നിട്ട് 7 ആകാശം വരെ എത്തിക്കഴിഞ്ഞു. ഇവിടുന്ന് ഒന്നാമത്തെ ആകാശത്തേക്ക് 500 ആണ്ട്, അവിടുന്ന് 2ക്ക് 500 ആണ്ട്, അങ്ങനെ 7 വരെ 500 ആണ്ട്. 7 ആകാശം കഴിഞ്ഞാൽ വബൈന സമാഇ സാബിഅ, ഇത് വായിക്കുമ്പോ നിങ്ങൾക്ക് ഏതാണ്ട് പൂർണ്ണമായും സൃഷ്ടിപ്പിന്റെ ഒരു ഘടനയെ കുറിച്ച് നമുക്ക് കിട്ടാവുന്ന നല്ലൊരു ധാരണ കിട്ടും ശരിക്കും ശ്രദ്ധിച്ചാൽ. 7ാമത്തെ ആകാശം കഴിഞ്ഞാൽ 7ാമത്തെ ആകാശത്തിന് മീതെയുള്ളത് കുർസിയാണ്. കുർസി എന്താണ് എന്നത് നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. മൗദിഉ ഖദമൈർ റബ്ബ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദമ് അല്ലാഹു വെക്കുന്ന സ്ഥാനമാണ്. ആ കുർസി ഉണ്ടല്ലോ, കുർസിന്റെ ഇടക്ക് എത്ര ഉണ്ട്? 7ാമത്തെ ആകാശത്തിന്റെയും കുർസിന്റെയും ഇടക്ക് 500 ആമിൻ, വേറൊരു 500 ആണ്ട് സഞ്ചാര ദൈർഘ്യമുണ്ട്. പിന്നെ കുർസി കഴിഞ്ഞാൽ പിന്നെ എന്താണ്? വബൈനൽ കുർസിയ്യി വൽ മാഇ 500 ആം, കുർസി കഴിഞ്ഞാൽ പിന്നെ വെള്ളമാണ്. കുർസി കഴിഞ്ഞാൽ പിന്നെ വെള്ളമാണ്. ആ വെള്ളത്തിലേക്ക്, കുർസിയിൽ നിന്ന് വെള്ളത്തിലേക്ക് എത്തണമെങ്കിൽ 500 ആണ്ട് സഞ്ചരിക്കേണ്ട ദൂരം വേറെയുണ്ട്.
എന്നിട്ട് വൽ അർശു ഫൗഖൽ മാ, ആ വെള്ളത്തിന്റെയും മീതെയാണ് അർശുള്ളത്. അപ്പൊ വെള്ളത്തിന്റെ തിക്നെസ് എത്ര, അതും കൂടി പറയണല്ലോ. വല്ലാഹു ഫൗഖൽ അർശ്, വല്ലാഹു ഫൗഖൽ അർശ്, ആ അർശിന്റെയും ഉപരിയിലാണ് അല്ലാഹു. ലാ യഖ്ഫ അലൈഹി ശൈഉൻ മിൻ അഅമാലിക്കും, അത്രയും ഉയരത്തിലുള്ള അല്ലാഹു, ഉന്നതനായ അല്ലാഹു, നിങ്ങളുടെ അഅമാലുകൾ അതേത് തന്നെയാണെങ്കിലും അതൊന്നുപോലും അവൻ അറിയാതെ പോകുന്നില്ല. നാവുകൊണ്ട് പറഞ്ഞാലും കൈകൊണ്ട് ചെയ്താലും മനസ്സുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചാലും നിങ്ങളുടെ വികാരമാണെങ്കിലും വിചാരമാണെങ്കിലും വാക്കാണെങ്കിലും പ്രവർത്തനമാണെങ്കിലും രഹസ്യമാണെങ്കിലും പരസ്യമാണെങ്കിലും ഇരുട്ടത്താണെങ്കിലും വെളിച്ചത്താണെങ്കിലും ഒന്നുപോലും അവൻ അറിയാതെ പോകുന്നില്ല. അഖ്റജഹു ഇബ്നു മഹ്ദിയിൻ അൻ ഹമ്മാദ് ഇബ്നു സലമ അൻ ആസിം അൻ സിർ അൻ അബ്ദുല്ലാ. ഇതിന്റെ സനദ് ശരിയാണ്. ഇതിനാകെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം നബിയിലേക്ക് ചേർത്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ നബിയിലേക്ക് ചേർക്കാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ പറയും അസറുൻ മൗഖൂഫ്. പക്ഷെ ഇത്തരം വിഷയത്ത് ഇജ്തിഹാദ് എന്ന് പറയുന്ന ഒരു കാര്യമല്ലാത്തതിനാൽ ലഹു ഹുക്മുൽ മർഫൂ', അതിന് മർഫൂ'iന്റെ ഹുക്മുണ്ട് എന്നാ പറയാ. വറവാഹു ബിനഹ്വിഹി അൽ മസ്ഊദി അൻ ആസിം അൻ അബീ വായിൽ അൻ അബ്ദുല്ലാ ഖാലഹു അൽ ഹാഫിദ് അൽ-ദഹബി ഖാല വലഹു തുറുഖ്. ഹാഫിദ് അൽ-ദഹബി ഉദ്ധരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഇതിന് വേറെയും തുറുക്കുകളുണ്ട് എന്ന്. ഇപ്പൊ ഏതാണ്ടൊന്നായി. ഇനി കുറച്ചും കൂടി കഴിയുമ്പോൾ ഒന്നും കൂടി ചിത്രം പൂർണ്ണമായിട്ട് കിട്ടും. വഅനിൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, അൽ അബ്ബാസ്, ചിലപ്പോൾ അൽ അബ്ബാസ് എന്ന് പറയും. അത് ചില പേരുകളിലേക്ക് അല്ല് ചേർക്കുന്നത് ലംഹത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. നഹ്വിൽ അത് പറയപ്പെട്ടിട്ടുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ അബ്ബാസ്. ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് ചോദിച്ചു ഹൽ തദ്റൂന കം ബൈന അസ്സമാഇ വൽ അർദ്, നിങ്ങൾക്കറിയുമോ കൂട്ടരെ ആകാശത്തിനും ഭൂമിക്കുമിടയിൽ എത്രയാണ് ദൂരം, എത്രയാണ് അകലം എന്ന് നിങ്ങൾക്കറിയുമോ? ഖുൽന, ഞങ്ങൾ പറഞ്ഞു അല്ലാഹു വറസൂലുഹു അഅലം, അതൊന്നും നമുക്ക് മനുഷ്യർക്കറിയുന്ന കാര്യമല്ല, അതിനെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നത് അള്ളാഹുവാണ്. അള്ളാഹ് അറിയിച്ചു കൊടുത്തത് കൊണ്ട് അള്ളാഹിന്റെ റസൂലുമാണ്. ഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു ബൈനഹുമാ മസീറത്തു 500 സന, 500 ആണ്ട് സഞ്ചരിക്കാനുള്ള ദൂരമാണ് ആകാശത്തിനും ഭൂമിക്കും ഇടയിലുള്ളത്. വമിൻ കുല്ലി സമാഇൻ ഇലാ സമാഇൻ മസീറത്തു 500 സന, ഒരാകാശം മുതൽ മറ്റേ ആകാശം വരെ, ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് ആകാശം വരെ മാത്രമല്ല, ആകാശം മുതൽ മറ്റേ ആകാശം വരെയും 500 ആണ്ട് സഞ്ചരിക്കേണ്ട ദൂരമാണുള്ളത്. വഖീസഫു കുല്ലി സമാഇൻ, അപ്പൊ ആകാശത്തിൽ എത്താനുള്ള ദൂരാണത്. ആ ആകാശത്തിന്റെ തിക്നെസ് എത്രയാണ്? കിസഫ്, അതിന്റെ കട്ടി എത്രയാണ്? ഓരോ ആകാശത്തിന്റെയും കട്ടി മസീറത്തു 500 സനത്തിൻ, 500 ആണ്ട് സഞ്ചരിക്കേണ്ട ദൂരം അതിലേക്ക് വേറെയുണ്ട്. അതുപോലെ തന്നെ 7ാമത്തെ ആകാശത്തിന്റെയും അർശിന്റെയും ഇടയിലുണ്ട് ബഹറുൻ, ഒരു സമുദ്രമുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ അർശിന്റെ മുകളിലാണ് ആ സമുദ്രം. അത് ബൈന അസ്ഫലിഹി വഅല, ആ സമുദ്രത്തിന്റെ അടിത്തട്ട് മുതൽ മുകൾ തട്ട് വരേക്കുള്ളത്. അഥവാ സമുദ്രത്തിന്റെ തിക്നെസ്, അതിന്റെ ആഴം എത്രയെന്ന് ചോദിച്ചാൽ കമാ ബൈന അസ്സമാഇ വൽ അർദ്, ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിലുള്ള അത്രയും ദൂരമുണ്ട്. അഥവാ 500 ആണ്ട് സഞ്ചരിക്കാനുള്ള ദൂരമുണ്ട്. വല്ലാഹു തആല ഫൗഖ ദാലിക്, അല്ലാഹു അതിന്റെയും മീതെയാണ്. വലൈസ യഖ്ഫ അലൈഹി ശൈഉൻ മിൻ അഅമാലി ബനി ആദം, പക്ഷേ അല്ലാഹുവിന്റെ ബനു ആദം ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഒന്നുപോലും അവൻ അറിയാതെ പോകുന്നില്ല. അഖ്റജഹു അബൂ ദാവൂദ് വഗൈറുഹു വല്ലാഹു അഅലം. അപ്പൊ ഇനി ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമ്മൾ എടുത്തു നോക്കാം. അല്ലാഹ് ഭൂമിയെ സൃഷ്ടിച്ചു, 7 ഭൂമിയായി. അതിൽ നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഭൂമി അതേ നമുക്കറിയുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ മുകളിലേക്ക് പോകുമ്പോ 1ാമത്തെ ആകാശം, പിന്നെ 2ാമത്തെ ആകാശം എന്ന് പറയുന്നത് പോലെ താഴേക്ക് പോകുമ്പോ 2ാമത്തെ ഭൂമി, 3ാമത്തെ ഭൂമി, 4ാമത്തെ ഭൂമി, 5ാമത്തെ ഭൂമി, 6ാമത്തെ ഭൂമി, 7ാമത്തെ ഭൂമി. മുകളിലേക്ക് പോയാലോ 500 ആണ്ട് സഞ്ചരിച്ചാൽ, ആണ്ട് നമ്മളെ ഇവിടുത്തെ ആണ്ടായിട്ട് കണക്കൂട്ടണ്ട, അത് വേറൊരു വർഷമാണ്. 1ാമത്തെ ആകാശത്തിലെത്തും. ഒരാകാശത്തിന്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ അത് അതുപോലെ 500 ആണ്ട് സഞ്ചരിക്കാനുള്ള അത്രയും കട്ടി അതിനുണ്ട്. അതിന്റെ മുകളിൽ നിന്ന് പിന്നെ അടുത്ത ആകാശത്തിലേക്ക് 500 ആണ്ട്, ആ ആകാശത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ ഇങ്ങേത്തല മുതൽ അങ്ങേത്തല വരെ 500 ആണ്ട്, പിന്നെ അവിടുന്ന് അടുത്ത ആകാശത്തിലേക്ക് 500 ആണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞ് 7ാമത്തെ ആകാശത്തിലെത്തി. 7ാമത്തെ ആകാശത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്നീട് പോകണം. എവിടത്തേക്ക് പോകണം? അതിന് മുകളിലുള്ളത് പിന്നീട് കുർസിയാണ്.
കുർസിയുടെ അടുക്കലേക്ക് എത്തണമെങ്കിൽ ഏഴാമത്തെ ആകാശത്തിൽ നിന്ന് 500 ആണ്ട് സഞ്ചരിക്കണം. ആ കുർസിയുടെ വലിപ്പം തന്നെ നമുക്ക് ഒരിക്കലും ഭാവനയിൽ ഒതുക്കാൻ പറ്റാത്തതാണ്. ആ കുർസിയും 7 ആകാശങ്ങളും കൂടിയുള്ള പ്രപ്പോർഷൻ മരുഭൂമിയിൽ ഒരു വട്ടക്കണ്ണി ഇട്ടതുപോലെയാണ്. മരുഭൂമിയുടെ വലിപ്പത്തിൽ വട്ടക്കണ്ണി എത്ര ചെറുതായിരിക്കുമോ കുർസിയുടെ വലിപ്പത്തിൽ 7 ആകാശങ്ങൾ അത്രയും ചെറുതായിരിക്കും. ആ കുർസി കഴിഞ്ഞാൽ പിന്നീട് 500 ആണ്ട് സഞ്ചരിച്ചു പോകുമ്പോൾ എവിടെ എത്താൻ പോകുകയാണ്? ഒരു വലിയ കടലിലേക്ക് എത്തുകയാണ്. ഒരു ബഹർ, വെള്ളമാണ്. ആ വെള്ളത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ വെള്ളത്തിന്റെ കടലിന്റെ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ നമ്മൾ സഞ്ചരിക്കണമെങ്കിൽ വീണ്ടും 500 ആണ്ട് നമ്മൾ സഞ്ചരിക്കണം. സഞ്ചരിച്ചു കഴിഞ്ഞാൽ ആ വെള്ളത്തിന്റെ മുകൾ പരപ്പിലെത്തി. ആ കടലിന്റെ മുകളിലാണ് അർശ് പൊങ്ങിക്കിടക്കുന്നത്. അബ്ദുല്ലാഹിബ്നു റവാഹയുടെ കവിത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്റാർ ചെയ്തിട്ടുള്ളതിൽ അർശ് ആ വെള്ളത്തിന്റെ മീതെ പൊങ്ങിക്കിടക്കുകയാണ്. അപ്പോ ആ അർശിന്റെ മുകളിൽ നമ്മൾ വെള്ളത്തിന്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ സൃഷ്ടി, പിന്നെ സൃഷ്ടികളില്ല, അത് അർശാണ്. ആ അർശും കുർസിയും തമ്മിലുള്ള ബന്ധം അത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഒരു വലിയ മരുഭൂമിയിൽ ഒരു ചെറിയ വട്ടക്കണ്ണി ഇട്ടതുപോലെ മറ്റേ കുർസിയും 7 ആകാശങ്ങളും തമ്മിലുള്ള പ്രപ്പോർഷൻ പോലെയാണ് അർശും കുർസിയും തമ്മിൽ. അർശ് എന്ന് പറയുന്നത് വലിയൊരു മരുഭൂമിയാണെങ്കിൽ കുർസി എന്ന് പറയുന്നത് ഒരു വട്ടക്കണ്ണിന്റെ വലുപ്പത്തിലേക്ക് മാത്രമേ ഉണ്ടാകുള്ളൂ. ആ അർശ് എന്ന് പറയുന്നത് വട്ടക്കണ്ണിയാണെങ്കിൽ അതില് താഴെ കിടക്കുന്ന 7 ആകാശങ്ങളും അർശ് കുർസി ഒരു വലിയ മരുഭൂമിയും അതിന് കീഴുള്ള 7 വട്ടക്കണ്ണികൾ പോലെയുമാണ് എന്ന് നമ്മൾ പറയുന്നത്. അത്രയും താഴേക്ക് വരുമ്പോൾ അത്രയും ചെറുതാകുന്നു, മുകളിലേക്ക് പോകുമ്പോൾ അത്രയും വലുതാകുന്നു. അതിന്റെയും മീതെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ചിന്തിക്കണ്ട, പറഞ്ഞതെന്താണോ ആമന്നാ വസല്ലം, ഇതാണ് മുസ്ലിങ്ങളുടെ വഴി. അല്ലാഹു ഏറ്റവും ഉപരിയിലാണ്. അതിനു മീതെ എന്ന് പറയാൻ മീതയില്ല. അഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിൻ. അവൻ അവലാണ്, ആഖിറാണ്, ലാഹിറാണ്, ബാത്തിനാണ്. അവൻ ലാഹിർ, ലൈസ ഫൗഖഹു ശൈ. അവന്റെ മീതെ എന്ന് പറയാൻ ഒന്നും അവിടല്ല. അവന് ഫൗഖില്ല, ഏറ്റവും ഉപരിയിലുള്ളവനാണ്. അവന്റെ താഴെയാണ് അർശ്. അർശ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയാണ്. ആ വെള്ളത്തിന്റെ ആഴം 500 ആണ്ടാണ്. അതിന്റെ താഴെ കുർസിയാണ്. ആ കുർസിയിൽ നിന്ന് ആ വെള്ളത്തിലേക്ക് 500 ആണ്ടാണ്. ആ കുർസിയിൽ നിന്ന് 500 ആണ്ട് സഞ്ചരിച്ച് താഴേക്ക് വന്നാൽ 7ാമത്തെ ആകാശമാണ്. ഓരോ ആകാശത്തിനുമിടയിലുള്ള ദൂരം 500 ആണ്ട് സഞ്ചരിക്കേണ്ട ദൂരാണ്. ഓരോ ആകാശത്തിന്റെയും കട്ടി 500 ആണ്ടാണ്. ഇങ്ങനെയുള്ള ഈ വലിയ ആകാശങ്ങളെ ഖിയാമത്ത് നാളിൽ അള്ളാഹു ഒരു കൈകൊണ്ട് ചുരുട്ടിക്കൂട്ടും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെ യുഖ്ബിറു ബിയദിഹി വയുദ്ബിർ, ഇങ്ങനെ കൈകൊണ്ട് മുന്നോട്ടും പിന്നോട്ടും ഇങ്ങനെ നിന്നിട്ട് അള്ളാഹു ഇതുപോലെ യഹുസ്സുഹു ഹസ്സ, അള്ളാഹ് പിടിച്ചു കുലുക്കിയിട്ട് പറയും, അനൽ മലിക്, ഞാനാണ് അൽ മലിക്, സർവാധീശത്വവുമുള്ള എല്ലാ അധികാരവുമുള്ള മലിക്കുൽ ജബ്ബാറായ ഞാനാണ്, അള്ളയാണ്. അനൽ മലിക്, ഐന മുലൂക്കുൽ അർദ്, ഐനൽ ജബ്ബാറൂൻ, ഐനൽ മുതകബ്ബിറൂൻ. ഭൂലോകത്ത് കിങ്കരന്മാരായി നടന്ന വലിയ സ്വേച്ഛാധിപതികൾ ഒരുപാട് പേരില്ലേ, അവരൊക്കെ എവിടെ പോയി? ഉണ്ടെങ്കിൽ കാണട്ടെ. ഇതാണ് അല്ലാഹുവിന്റെ അളമ. ഈ സൃഷ്ടിപ്പിന്റെ ഈ ഒരു ഘടന ചെറിയൊരു വിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നമ്മുടെ മുമ്പാകെ വിശദീകരിച്ചത്, അനാവരണം ചെയ്തത് അള്ളാന്റെ സൃഷ്ടിപ്പിന്റെ ആ വൈപുല്യം, അതിന്റെ ആ സങ്കീർണമായ ആ ഘടന, അത് തമ്മിലുള്ള വലിപ്പ വ്യത്യാസങ്ങൾ, അതിന്റെ ഈ അകലങ്ങൾ, ഇത് നമുക്ക് ചെറിയ വിധത്തിലൊന്നിങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ അള്ളാഹുവിന്റെ മഹത്വത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധ്യപ്പെടും. ഇതാണ് വലത് കൈയിൽ ആകാശത്തെ ചുരുട്ടിക്കൂട്ടും, ഇടത് കൈയിൽ മറ്റേ കൈയിൽ അള്ളാഹു അവൻ ഭൂമിയെ ചുരുട്ടിക്കൂട്ടും. എന്നിട്ട് അള്ളാഹു പിടിച്ച് കുലുക്കിക്കൊണ്ട് പറയും, ഞാനാണ്, എനിക്കാണ് സർവാധിപത്യമെന്ന്. എവിടെ ഭൂമിയിലുള്ള സമഗ്രാധിപത്യം കാണിച്ച സ്വേച്ഛാധിപതികൾ എവിടെ? ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. ഇതിൽ മസലകളുണ്ട്.
ഒന്ന് തഫ്സീർ ഖൗലിഹി തആല വൽ അർളു ജമീഅൻ ഖബ്ളതുഹു യൗമൽ ഖിയാമ, ഭൂമി മുഴുക്കെ ഒറ്റപ്പിടുത്തത്തിൽ ഖിയാമത്ത് നാളിൽ അള്ളാഹു കൊണ്ടുവരും. അത് വിരലിൽ അള്ളാഹ് നിർത്തും. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സർവം നശിപ്പിക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം ഭൂമി എന്ന് പറയുന്നത് ഒട്ടും ഒരു ചെറിയൊരു കാര്യം മാത്രമാണ് എന്നുള്ളതുമാണ്. അള്ളാഹുവിന്റെ മഹത്വം, അവന്റെ വലിപ്പം, അവന്റെ മഹത്വം അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേ സന്ദർഭത്തിൽ ഭൂമിയെ ചുരുട്ടുക എന്ന് പറഞ്ഞാൽ മറ്റു വ്യാഖ്യാനങ്ങളില്ല, ആലങ്കാരികമായ വ്യാഖ്യാനങ്ങളില്ല. വഹുവ ഹഖ്ഖുൻ അലാ ഹഖീഖതിഹി വഅലാ ളാഹിരിഹി, അതിന്റെ ബാഹ്യാർത്ഥത്തിൽ, അതിന്റെ യഥാർത്ഥമായ അർത്ഥത്തിൽ എടുക്കുക എന്നുള്ളതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ രീതി. അവര് നുസൂസുകൾ യുമിറുഹാ കമാ ജാഅത്, വന്നതുപോലെ അതങ്ങ് സ്വീകരിക്കുന്നുള്ളതാണ്. അതവര് യുസ്ബിതുഹാ ബിലാ തംസീൽ, ഒരു ഉപമയില്ലാതെ അതിനെ സ്ഥിരീകരിക്കുകയും അതേ സന്ദർഭത്തിൽ തൻസീഹൻ ബിലാ തഅ്തീൽ, അതിനെ ദുർവ്യാഖ്യാനിച്ചോ നിഷേധിച്ചോ ഇല്ലാതാക്കില്ല, എന്നാൽ അതിനെ തംസീൽ നടത്തുകയുമില്ല. ഇതാണ് അഹ്ലുസുന്നത്തിന്റെ രീതി. രണ്ടാമത്തെ മസ്അല അന്ന ഹാദിഹിൽ ഉലൂമ വഅംസാലഹാ ബാഖിയത്തുൻ ഇൻദൽ യഹൂദ്. ഒരു ഹബ്ർ വന്നു ചോദിച്ചു എന്നൊക്കെ പറയുമ്പോ ഇതിൽ നിന്ന് നമുക്കറിയാം അള്ളാന്റെ അളമത്ത് തെളിയിക്കുന്നതിന് വേണ്ടി അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടുള്ള അവന്റെ സൃഷ്ടികളുടെ വലിപ്പത്തെയും സൃഷ്ടികൾക്കിടയിലുള്ള പ്രപ്പോർഷൻ, അവക്കിടയിലുള്ള ആ അനുപാതവും വലിപ്പ വ്യത്യാസവും അകലവും അവക്കിടയിലുള്ള അനുപാതവും, ഇതൊക്കെ ഈ സംബന്ധിച്ച ഇത്തരം വിവരങ്ങൾ ബാഖിയത്തുൻ ഇൻദൽ യഹൂദ്, ജൂതന്മാരുടെ അടുക്കൽ അത് തഹരീഫ് നടത്താതെ തന്നെ നിലനിന്നിരുന്നു. ഫീ സമനിഹി അല്ലദീന ഫീ സമനിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ജൂതന്മാരുടെ കൈവശം ഈ അറിവ് തഹരീഫ് നടത്താതെ ഭേദഗതി വരുത്താതെ അതേ രൂപത്തിൽ നിലനിന്നിരുന്നു. ലം യുൻകിറുഹാ വലൻ യതഅവ്വലുഹാ, അവരത് നിഷേധിക്കുകയോ അവരതിനെ വ്യാഖ്യാനിച്ച് വളച്ചൊടിക്കുകയോ ചെയ്തിരുന്നില്ല. അതുകൊണ്ടാണല്ലോ ഹബർ അത് വന്നുകൊണ്ട് പറഞ്ഞത്. അസ്സാലിസത്തു, മൂന്നാമത്തേത് അന്നൽ ഹബർ ലമ്മാ ദക്കറ ലിന്നബിയ്യി സദ്ദഖഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ ജൂതൻ പുരോഹിതൻ അത് പറഞ്ഞപ്പോ നബി എന്താ ചെയ്തത്? ആ ജൂതനല്ലേ പറഞ്ഞത്, എന്നാ സംഭവിക്കൂല, അത് ശരിയായ നിലപാടല്ല, അത് റസൂലുള്ളാഹിന്റെ വഴിപ്പെട്ടതല്ല. സത്യം ആര് പറഞ്ഞാലും സത്യം സത്യമാണ്. പലപ്പോഴും ഒരു സത്യം ഇവിടെ സത്യമല്ലാതെ തള്ളപ്പെടാനുള്ള കാരണം ഞാനത് ആദ്യം പറഞ്ഞില്ലല്ലോ എന്നാണ്. ഇവിടുത്തെ വലിയ കൊമ്പ് വെച്ച ദാഴിമാര്, ഇതാണ് അതിന്റെ ഹക്ക്. സത്യം എവിടെ നിന്നാലും സത്യം സത്യമായിരിക്കും, അതാര് പറഞ്ഞാലും. വനസലൽ ഖുർആനു ബിതഖ്രീരി ദാലിക്, അതിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഹബ്ര പറഞ്ഞിട്ടുള്ള ഉലൂമുകൾ, അതിൽ പറഞ്ഞിട്ടുള്ള ആ വിവരങ്ങൾ, വൃത്താന്തങ്ങൾ സത്യമാണെന്ന് അംഗീകരിച്ചുകൊണ്ടാണ് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. അർറാബിയത്തു, നാലാമത്തെ മസ്അല വഖൂഉൽ ഹഖിൽ കസീരി മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ ദക്കറൽ ഹബ്റു ഹാദൽ ഇൽമൽ അദീം. ഈ പുരോഹിതൻ ഈ വലിയ വിവരം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നന്നായി ചിരിച്ചു. കാരണം ബദത് നവാജിലുഹു, റസൂലുള്ളാഹിന്റെ അണപ്പല്ലുകൾ കണ്ടു എന്ന് പറഞ്ഞാൽ നബി വായ തുറന്ന് ശരിക്കും ചിരിച്ചു. ചെറിയൊരു പുഞ്ചിരിയൊന്നുമല്ല, അങ്ങനെ ചിരിക്കും ചിലപ്പോൾ. അതുപോലെ നമ്മൾ ചിരിക്കുന്ന വേറെ സംഭവം പറയാം. ഉസാമത്ത് ബിൻ സൈദ്, അല്ല സയ്യിദ് ബിൻ ഹാരിസ്, ഉസാമത്ത് ബിൻ സൈദ്, സയ്യിദിന്റെ പുത്രനായിട്ടുള്ള ഉസാമ, രണ്ടാൾക്ക് രണ്ട് കളറായിരുന്നു. അപ്പൊ ചിലര് അതിങ്ങനെ സയ്യിദ് ബിൻ ഹാരിസ്, ഉസാമത്ത് ബിൻ സൈദ് അല്ല, സയ്യിദ് ബിൻ ഹാരിസ്. സെയ്ദ് നബിന്റെ അടുക്കൽ ഒരു അടിമയായിട്ട് നബിക്ക് ഖദീജ റളിയല്ലാഹു തആല എന്നതാണ് ചെയ്തത്. പിന്നെ സെയ്ദിന്റെ വാപ്പ വന്നു, അതെന്റെ മകനാണ്, ബലാത്കാരമായി ഞങ്ങളില്ലാത്തപ്പോ പിടിച്ചുകൊണ്ടുപോയി വിറ്റതാണ്, തരണം എന്നൊക്കെ പറഞ്ഞു. അപ്പോ അവന്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ സെയ്ദ് പോകുന്നില്ല, ഇവിടെ തന്നെ നിൽക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവര് രണ്ടുപേരും ഇത് സെയ്ദിന്റെ വാപ്പന്റെയാണോ ഇയാള് എന്നറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ നബിക്ക് ഉറപ്പാണ് കിടക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരുടെയും കാല്, കുറെ ആൾക്കാരങ്ങനെ കടത്തിയിട്ട് വെറും കാല് മാത്രമേ കാണുള്ളൂ. ഈ രണ്ടാളെയും കാലിങ്ങനെ പിടിച്ചു. ഹാദ മിൻ ഹാദ, ഇതൊന്നാണ്. നോക്കുമ്പോ അത് സെയ്ദിന്റെ അദ്ദേഹത്തിന്റെ വാപ്പാന്റെയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചു. നബിക്കത് അറിയാഞ്ഞിട്ടല്ല, അറിയണ കാര്യമാണ്, വഹയ്യോണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. പക്ഷെ ആ കാര്യം വേറൊരു വഴിക്ക് സ്ഥിരീകരിക്കുമ്പോണ്ടാകുന്ന ഒരു ചിരിയാണത്. അങ്ങനെ ചിരിച്ചതാണിത്. കാരണം റസൂലുള്ളാഹി പറയുന്ന കാര്യം ജൂതന്മാർ വന്ന് പറഞ്ഞപ്പോ എതിരാളികൾ പോലും ഇത് പറയുന്നു, അതിലുള്ള ചിരിയാണ്. അൽ ഖാമിസത്തു, അഞ്ചാമത്തേത് അത്തസ്രീഹു ബിദിക്രിൽ യദൈൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സനായിൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള വസുഫിൽ, അള്ളാഹുവിന്റെ സിഫാത്തുകളിൽ അള്ളാഹ്ക്ക് രണ്ട് യദുണ്ട്. യദെന്ന് പറഞ്ഞാൽ കൈയാണ്.
അള്ളാഹ്ക്ക് രണ്ട് കൈകളുണ്ട്. കൈകൾ എന്ന് പറയുന്നത് സിഫത്തുകളാണ്. അല്ലാതെ നമ്മളിത് പറയുമ്പോ ജാരിഹ അവയവം എന്ന അർത്ഥത്തിലല്ല, സിഫത്ത് എന്ന അർത്ഥത്തിൽ. അതിന്റെ രൂപത്തെക്കുറിച്ച് ചിന്തയില്ല, അതിനെക്കുറിച്ച് വാക്കില്ല. കാരണം അതിന്റെ രൂപം എങ്ങനെയെന്നതിനെ കുറിച്ച് അന്വേഷണമില്ല. കാരണം പറഞ്ഞെടുത്ത് മാത്രം നിൽക്കുക, അള്ളാന്റെ ദാത്തുമായി അവന്റെ സിഫാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തന്നത് വിശ്വസിക്കുക, അത് മാത്രമാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅ ചെയ്യുന്നത്. അപ്പൊ അള്ളാഹ്ക്ക് രണ്ട് യദ് ഉണ്ട് എന്ന കാര്യം വ്യക്തമായി പറഞ്ഞു. വഅന്ന സമാവാതി ഫിൽ യദിൽ യുംന, ആകാശങ്ങൾ അള്ളാഹുവിന്റെ വലത്തെ കൈയിലാണ്. വഅന്നൽ അർളീന ഫിൽ ഉഖറ, രണ്ടാമത്തെ കൈ ഭൂമികളാണെങ്കിലോ മറ്റേ കൈയിലുമാണ് എന്നുള്ളത് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അസ്സാദിസത്തു, ആറാമത്തേത് അത്തസ്രീഹു ബിതസ്മിയതിഹാ അശ്ശിമാൽ, മറ്റേ കൈ എന്നതിന് ഇമാം മുസ്ലിമിന്റെ റിവായത്തിൽ ഇടത്തെ കൈ എന്ന് വാക്ക് പ്രയോഗിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ അവിടെ തന്നെ പറഞ്ഞു. മുസന്നിഫ് റഹ്മഹുല്ലാ മറ്റേ കൈയിന് ഷിമാൽ, ഇടത് കൈ എന്ന് പറയാമെന്ന പക്ഷക്കാരനാണ്. എന്നാൽ മുഹഖ്ഖിഖുകളായിട്ടുള്ള ഭൂരിഭാഗം പണ്ഡിതന്മാരും അത് പറയാൻ പാടില്ല എന്നാണ് പറയുന്നത്. ാൻ പറ്റുമോ? അവരുടെ അധികാരം എവിടെ എന്ന് ചോദിക്കുന്നു. അസ്സാമിനത്തു ഖൗലുഹു കഹർദലത്തിൻ ഫീ കഫി അഹദിക്കും, അതുപോലെ തന്നെ നിങ്ങളിൽ ഒരാളുടെ കയ്യിൽ വെച്ചിട്ടുള്ള ഒരു കടുകുമണി പോലെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കടുകുമണി പോലെയാണ്. അത് ഇവിടെ തശ്ബീഹ് നടക്കുന്നത് ആകാശത്തെയും കടുകുമണിയെയുമാണ്, അല്ലാതെ കയ്യിനെയല്ല എന്ന കാര്യം മനസ്സിലാക്കുക. ഒമ്പതാമത്തേത് ഇളമുൽ കുർസിയ്യി ബിന്നിസ്ബതി ഇല സമാ, ആകാശങ്ങളും കുർസിയും തമ്മിൽ നോക്കുമ്പോൾ തമ്മിലുള്ള വലിപ്പ വ്യത്യാസം. ഒരു വലിയ മരുഭൂമിയിൽ ഒരു ചെറിയ ലോഹത്തിന്റെ ഒരു ചെറിയ റിങ് കൊണ്ടുപോയിട്ടാൽ ആ റിങ്ങും മരുഭൂമിയും തമ്മിലുള്ള അനുപാതം വലിയ ബഹറിലേക്ക് എത്തണമെങ്കിൽ അതും 500 ആണ്ട് സഞ്ചരിക്കേണ്ട ദൂരമാണ്. അൽ ഖാമിസത അശറ അന്നൽ അർശ ഫൗഖൽ മാ, അള്ളാഹുവിന്റെ അവസാനത്തെ സൃഷ്ടി, ഏറ്റവും വലിയ സൃഷ്ടി, ഏറ്റവും മുകളിലുള്ള സൃഷ്ടിയായ അർശ്, അത് വെള്ളത്തിന്റെ മീതെയാണ്. വഅർശുഹു ഫൗഖൽ മാ. അസ്സാദിസത അശറ, 16ാമത്തെ മസ്അല അന്നല്ലാഹ ഫൗഖൽ അർശ്, അള്ളാഹു അർശിന്റെയും മീതെയാണ്. അള്ളാഹ് എല്ലാറ്റിന്റെയും മീതെയാണ്, അള്ളാഹ്ക്ക് മീതെയില്ല, അല്ലാഹുറാണ്. അസ്സാബിയത്തെ അശ്റ, 17ാമത്തെ മസ്അല കം ബൈനസ് സമാഇ വൽ അർദ്, നമ്മൾ താമസിക്കുന്ന ഈ ഭൂമിയും അതുപോലെ തന്നെ ആകാശവും തമ്മിൽ മസീറത്തു 500 ആം, 500 ആണ്ട് സഞ്ചാരമാണുള്ളത്. അസ്സാമിനത്തെ അശ്റ കീസഫു കുല്ലി സമാഇൻ 500 സനത്തിൻ, ഇതൊക്കെ ഒരു ആകാശത്തിൽ നിന്ന് ഒരാകാശത്തേക്ക്. എന്നാൽ ഒരാകാശത്തിന്റെ കട്ടി എത്രയാണ്? ഒരാകാശം തുടങ്ങി ആ ആകാശത്തിന്റെ അവസാനം വരെ എത്തണമെങ്കിൽ അതിന്റെ തിക്നെസ് തന്നെയും 500 ആണ്ട് ദൂരത്തെ സഞ്ചാര ദൂരം, 500 ആണ്ട് സഞ്ചാര ദൂരം, അത്രയും വലിയ കട്ടി അതിനുണ്ട്. അത്താസിയത്തെ അശ്റ, 19ാമത്തെ മസ്അല അന്നൽ ബഹറ അല്ലദീ ഫൗഖ അസ്സമാവാതി അസ്ഫലുഹു വഅലാ 500 സന, അർശ് പൊങ്ങിക്കിടക്കുന്നു എന്ന് പറയുന്ന ആ വെള്ളം, ആ കടല്, അതിന്റെ അടിത്തട്ടിൽ നിന്ന് മുകൾ പരപ്പിലേക്ക് 500 ആണ്ട് സഞ്ചരിക്കേണ്ട അത്രയും കട്ടിയിൽ വെള്ളമുണ്ട്, അത്രയുമാണ് അതിന്റെ ആഴം. വല്ലാഹു സുബ്ഹാനഹു വതആല അഅലം. ഇത് ഉപരിലോകത്തെ കാര്യങ്ങൾ. അള്ളാഹുവിന്റെ മലക്കൂത്ത്, അള്ളാഹുവിന്റെ ജബറൂത്ത്, അള്ളാഹുവിന്റെ അസ്റാറുകൾ, അതിൽ നിന്ന് അള്ളാഹ് തന്റെ റസൂലിന് വഹിയിലൂടെ എത്തിച്ചു തന്നതിൽ നിന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്, അത് ബിലാ തഹരീഫ് വലാ തംസീൽ വലാ തകീഫ് വലാ തഅതീൽ ആമന്നാ വസദ്ദഖ്നാ വസല്ലംനാ, അത് അതേ രൂപത്തിൽ വിശ്വസിക്കുന്ന, സത്യപ്പെടുത്തുന്ന, പിന്തുടരുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സത്യം ആര് പറഞ്ഞാലും സത്യമാണ്. അതുകൊണ്ട് സത്യത്തിൽ നിന്നും സത്യം ആരിൽ നിന്നും സ്വീകരിക്കാൻ പാടുണ്ടോ? എല്ലാവരിൽ നിന്നും ദീൻ സ്വീകരിക്കാൻ പാടുണ്ടോ? കുല തത്തനെ എന്നാണ് പറയരുത്. എന്താന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ സ്വീകരിക്കാൻ വേണ്ടി ഹബറിന്റെ അടുക്കലേക്ക് പോയതാണോ? പിന്നെ ചോദ്യം തന്നെ എന്താണ്? അപ്രസക്താണ്. ദീൻ സ്വീകരിക്കേണ്ടത് മുഅ്തമദായ ആളുകളിൽ നിന്നാണ്. ആദ്യം ദീൻ സ്വീകരിക്കേണ്ടത് അള്ളാഹ് കൊടുത്തയക്കുന്ന ജിബ്രീലിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കണം. നബിയിൽ നിന്ന് സഹാബത്ത് സ്വീകരിക്കണം. സഹാബത്തിൽ നിന്ന് താബിഈങ്ങൾ സ്വീകരിച്ചു. താബിഈങ്ങൾ സ്വീകരിച്ചു. അതിനുശേഷം അയിമ്മത്തുൽ ഇൽമി വൽ ഹുദാ വൽ ഈമാൻ വത്തഖ്വ, അവരിൽ നിന്ന് പൊതുജനങ്ങൾ സ്വീകരിച്ചു പോരണം. എന്നാൽ നമ്മൾ ആരിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അംഗീകരിച്ചു പോകുന്നൊരു സത്യം, നമുക്കറിയാവുന്നൊരു സത്യം, ഇനി സത്യത്തിന്റെ വക്താവല്ലാത്ത ഒരാൾ പറഞ്ഞാൽ എന്താ വേണ്ടത്? ഇജ്ജ് പോ, തട്ടിവിടേണ്ട കാര്യമില്ല.
അതിനെ തക്രീർ ചെയ്യാം. നീ പറഞ്ഞത് ശരിയാണ്. അതാണ് ഇതിൽ നിന്ന് കിട്ടുക. അല്ലാതെ അസത്യത്തിന്റെ ആൾക്കാരിൽ നിന്ന് സത്യം സ്വീകരിക്കാം എന്ന് അതിൽ നിന്ന് ഒരിക്കലും, അതിന്റെ ആ സീക്വൻസ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന നേരത്തെ പെട്ടെന്ന് തെറ്റായിട്ട് നമ്മളെ മനസ്സിലേക്ക് വരുന്ന ഒരു തോന്നലാണ്. ദീൻ സ്വീകരിക്കുന്ന കാര്യമൊന്നും വേറെയാണ്. അസത്യത്തിന്റെ ആളുകൾ അല്ലെങ്കിൽ സത്യം കൂട്ടിക്കുഴച്ച് നടത്തുന്ന ആളുകൾ, അല്ലെങ്കിൽ ബാത്തിലിന്റെ ആളുകൾ, അവരിൽ നിന്നും ചിലപ്പോൾ എന്തുണ്ടാകാം, ഒരു സത്യം കേൾക്കാം. ആ സത്യം കേട്ടാൽ അവൻ പറഞ്ഞതുകൊണ്ട് അത് അസത്യമാണ്, അവൻ പറഞ്ഞതുകൊണ്ട് അത് എതിർക്കപ്പെടേണ്ടതാണ്. അങ്ങനെ ഒരു നിലപാടില്ല. അവൻ പറഞ്ഞാലും സത്യം തന്നെയാണ്. നമ്മൾ ആ സത്യം സ്വീകരിച്ചത് അവനിൽ നിന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സത്യം സ്വീകരിച്ചത് ജൂതനിൽ നിന്നല്ല, ജിബ്രീലിൽ നിന്നാണ്. ജിബ്രീലിന് കിട്ടിയത് അള്ളാഹുവിൽ നിന്നാണ്. അള്ളാഹു കൊടുത്തത്, ജിബ്രീൽ കൊണ്ടുവന്ന് കൊടുത്തത്, അതിനോട് യോജിക്കുന്നത് ഒരു ജൂതൻ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്തോഷമായി. കാരണം എത്ര കാലം പലതും അവർ വെട്ടിത്തിരുത്തിയിട്ടും ഭേദഗതി വരുത്തിയിട്ടും ഇത് ഭേദഗതി വരുത്താതെ എപ്പോഴും അവരുടെ കയ്യിലുണ്ടല്ലോ എന്ന കാര്യം നബിക്ക് സന്തോഷമായി. ആ കാര്യം സത്യമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തഖ്രീർ ചെയ്തു കൊടുത്തു. റസൂലുള്ള ഒന്നും മുണ്ടിയിട്ടില്ല എന്ന് വിചാരിക്കാം. ഹാബർ പറഞ്ഞു, ആളെ വൈക്ക് പോയി, നബി ഒന്നും മുണ്ടിയില്ല. നമ്മൾ ഈ കാര്യത്തെ കുറിച്ച് എന്ത് പറയും? ലാ നുസദ്ദിഖുഹു വലാ നുകദ്ദിബുഹു. ആ ഹബർ പറഞ്ഞ കാര്യത്തെ സത്യപ്പെടുത്താനും നമ്മൾ ഉണ്ടാകില്ല, കളവാക്കാനും നമ്മൾ ഉണ്ടാവില്ല. ആ ഹബർ പറഞ്ഞ കാര്യം ശരിയാണ് എന്ന് വരുന്ന ഒരു ആയത്തോ ഒരു ഹദീസോ കിട്ടിയാൽ ആ ഹദീസിനെ പിടിച്ചിട്ട് ആ ആയത്തും ഹദീസും പറഞ്ഞ് നമ്മൾ സ്വീകരിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് സത്യമാണെന്ന് വെക്കും. അല്ല, ആയത്തിലോ ഹദീസിലോ ഹബർ പറഞ്ഞതിന് എതിരിലാണ് പരാമർശമുള്ളതെങ്കിൽ ഹബർ പറഞ്ഞത് കളവാണ് എന്ന് പറഞ്ഞ് കളവാക്കും. എന്നാൽ ആയത്തോ ഹദീസോ അതിനെ സത്യപ്പെടുത്തുകയോ കളവാക്കുകയോ ചെയ്തില്ല, മൗനം ദീക്ഷിച്ചാൽ നമ്മളും മൗനം ദീക്ഷിക്കും. ഈ വിഷയം ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിലൂടെ നമ്മെ അറിയിച്ചത് കൊണ്ട് ആ സോഴ്സിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്നു. എന്നാൽ ഹബർ പറഞ്ഞിട്ടുള്ള കാര്യം അത് ഖുർആനിനോട് യോജിക്കുന്നത് കൊണ്ട് അതിനെ നമ്മൾ നിഷേധിച്ച് പറയാൻ പാടില്ല. അതിനെ നമ്മൾ തസ്ദീഖ് ചെയ്യണം. ഹബർ പറഞ്ഞത് സത്യമാണ്, ഹബറിൽ നിന്ന് ദീൻ എടുക്കാം എന്നതല്ല. നമ്മൾ അതിന്റെ അപ്പുറത്തേക്ക് പോയി ആലോചിക്കുന്നതാണ്. ഹാദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.